കേരള ക്രിക്കറ്റ് ലീഗ് 3ാം സീസണിന് ഇന്ന് തുടക്കമാവുകയാണ്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ 16 ദിവസം നീണ്ടു നിൽക്കുന്ന ലീഗിൽ 6 ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തൃശൂർ ടൈറ്റൻസും തമ്മിലാണ് ആദ്യ മത്സരം. ഇപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ പിച്ചിന്റെ അവസാനഘട്ട മിനുക്കുപണികൾ അല്ലെങ്കിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവിടെ നമുക്ക് പിച്ചിലും അതുപോലെ തന്നെ ഔട്ട്ഫീൽഡിലും ഒക്കെ കാണുന്നത്. നല്ല കാലാവസ്ഥയാണ്, വെയിലുണ്ട്. വളരെ ശക്തമായ വെയിലെന്ന് പറയുന്നില്ല, പക്ഷെ വെയിലുണ്ട്, സാമാന്യം നല്ല വെയിലുണ്ട്. നല്ല അന്തരീക്ഷമാണ്, ക്രിക്കറ്റ് തുടങ്ങാൻ പറ്റിയ ഒരു അന്തരീക്ഷം തന്നെയാണ്. 2 മണിക്കാണ് ടോസ്, 2:30ക്കാണ് കാലിക്കറ്റ് വേഴ്സസ് തൃശ്ശൂർ ആദ്യ മത്സരം നടക്കുക. 2:30, അതായത് കാലിക്കറ്റിനെ രോഹൻ കുന്നുമൽ നയിക്കുന്നു, തൃശ്ശൂരിനെ MS അഖിൽ നയിക്കുന്നു. കാലിക്കറ്റിന്റെ നിരയിൽ ഇത്തവണ സൽമാൻ നിസാർ, ഒപ്പം തന്നെ അഖിൽ സ്കറിയ, വിഘ്നേഷ് പുത്തൂർ, കൃഷ്ണദേവൻ ഉൾപ്പെടെയുള്ള താരങ്ങളുണ്ട്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഒരു പുതിയ നിരയാണ്. പുതിയ നിര എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കേരളത്തിന്റെ കൗമാരപ്പട 4 താരങ്ങൾ ഇക്കുറി തൃശ്ശൂരിന്റെ ടീമിൽ കളിക്കുന്നുണ്ട്. അമയ് മനോജ്, മുഹമ്മദ് ഇനാൻ, രോഹിത്, ഒപ്പം തന്നെ മാനവ് കൃഷ്ണ, അണ്ടർ-19 ഇന്ത്യൻ താരം മാനവ് കൃഷ്ണ ഉൾപ്പെടെ അങ്ങനെ കൗമാരപ്പടയും ഇന്ന് ആ മത്സരത്തിന് ഇറങ്ങുകയാണ്. അതാണ് ആദ്യ മത്സരം. അതിനുശേഷം 6 മണിക്ക് ഉദ്ഘാടന ചടങ്ങ് നടക്കും. ഇവിടെ വളരെ ഓണം കൂടിയാണല്ലോ സൈഫ്, അതുകൊണ്ട് തന്നെ ഓണത്തിന്റെ ഒരു പ്രതീതി ഉണ്ടാക്കുന്ന, ഒരു ആഘോഷത്തിന്റെ പ്രതീതി ഉണ്ടാക്കുന്ന ഒരു ഉദ്ഘാടന ചടങ്ങ് തന്നെയാകും ഇവിടെ നടക്കുക. കേരളീയ കലകള്, വിനോദ പരിപാടികളൊക്കെ ഉദ്ഘാടന ചടങ്ങിന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉണ്ടാകും. അതിനുശേഷം രാത്രി 7:30ക്കാണ് രണ്ടാമത്തെ മത്സരം ആരംഭിക്കുന്നത്. രണ്ടാമത്തെ മത്സരം എന്ന് പറയുന്നത് കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് നിലവിലെ ചാമ്പ്യന്മാർ, ഒപ്പം തന്നെ കൊല്ലം ഏരീസ് കൊല്ലം സെയിലേഴ്സുമാണ്. ആ മത്സരത്തിന്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ KCL ഫൈനലിന്റെ തനിയാവർത്തനമാണ്. അപ്പോൾ കൊല്ലത്തിനൊരു കണക്ക് തീർക്കാനുണ്ട്. കൊച്ചിക്കാണെങ്കിൽ കഴിഞ്ഞ അവസാന മത്സരത്തിൽ ആ ജയം ആവർത്തിക്കാനുമുണ്ട്. എന്തായാലും 7:30ക്കാണ് ആ മത്സരം. ഓൾ സെറ്റ്, എല്ലാം സെറ്റാണ്. ഇനി തുടങ്ങുക വേണ്ടി മാത്രമേ ഉള്ളൂ. അത്രയും വലിയ ആഘോഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ക്രിക്കറ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാണികൾക്ക് ഈ മത്സരം കാണാൻ പൂർണ്ണമായും സൗജന്യമാണ്. ഗാലറിയിൽ ഇരുന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഫാൻ പാർക്കുണ്ട്. 5ാം നമ്പർ ഗേറ്റിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ഫാൻ പാർക്ക് ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒരുപാട് വിനോദ പരിപാടികളുണ്ട്, കൗതുകം നിറഞ്ഞ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ വന്ന് ആസ്വദിച്ച് ഈ ഓണനാളുകൾ ആഘോഷമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കും രാവിലെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ആളുകൾക്ക് ഇവിടെ വന്നിരുന്ന് ഈ ഗാലറിയിൽ വന്നിരുന്ന് വളരെ വിശാലമായി മത്സരങ്ങൾ കാണുക, അത് ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട്. എന്തായാലും KCL സീസൺ 3 ആരംഭിക്കാൻ പോവുകയാണ്. സേഫും ഓൾ സെറ്റ്, എല്ലാം റെഡിയാണ്. 2 മണിക്ക് ടോസ്, 2:30ക്ക് ആദ്യ മത്സരം. മഹേഷ് പോലൂരിന്റെ റിപ്പോർട്ടാണ് കണ്ടത് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന്. ഈ